ഹായ്, പാർക്കുട്ടി മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സസ്നേഹ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്ന് സൂര്യ നമസ്കാരൻ്റെ 7ാമത്തെ സ്റ്റെപ്പാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. 6 വരെയുള്ള സ്റ്റെപ്പുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി. 7ാമത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ കടക്കുന്നു. നമ്മളുടെ 2 കാലിൻ്റെയും ടോകൾ, അതിൻ്റെ പെരുവിരൽ ഭൂമിയിലേക്ക് കുത്തിയ നിലയിലും കൈകൾ രണ്ടും ഭൂമിയിൽ പതിപ്പിച്ചും കാൽമുട്ടുകൾ ഭൂമിയിൽ പതിപ്പിച്ചും ഈ അവസ്ഥയിൽ നമ്മൾ ഭൂമിക്ക് സമമായി കിടന്നുകൊണ്ട് നമ്മളുടെ തലയും കഴുത്തും ഭൂമിയിൽ നിന്നും പൊന്തുക. ഈ സമയം നമ്മൾ ശ്വാസം താളാത്മകമായ രീതിയിൽ ആഴത്തിനുള്ളിലേക്ക് വലിച്ചുകൊണ്ട് ശ്വാസത്തിൻ്റെ ഉച്ഛ്വാസത്തിലൂടെയാണ് നമ്മൾ ഈ ഘട്ടം പൂർണ്ണമാക്കുന്നത്. ഉള്ളിൽ ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മളുടെ കഴുത്തും നമ്മളുടെ തലയും പിന്നിലേക്ക് സാവധാനത്തിൽ വലിക്കുന്നു. നമ്മുടെ നെഞ്ചിടം ഈ സമയത്ത് ഭൂമിയിൽ നിന്നും പൊന്തരുത്. ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് 2 കൈകളും കാലുകളും ഭൂമിയിൽ നിന്നും പൊത്തി നമ്മളുടെ കൈകൾ ഇപ്പോൾ രണ്ടും ഭൂമിക്ക് ലംബമായി പിടിച്ചുകൊണ്ട് നമ്മളുടെ വിരലുകൾ എല്ലാം നേരെയാക്കിക്കൊണ്ട് ഭൂമിക്ക് ലംബമായി തന്നെ കൈകൾ വരത്തക്ക രീതിയിൽ പിടിച്ചും കൈകളുടെ മുട്ടുകൾ നേരെയാക്കിയും നമ്മുടെ നെഞ്ചിടം മുന്നിലേക്ക് തള്ളിയും മാക്സിമം മുന്നിലേക്ക് തള്ളിയും തലയും കഴുത്തും ഉടലും ബാക്കിലേക്ക് വലിച്ചും നട്ടെല്ല് ഒരു വില്ലാകൃതിയിൽ ബാക്കിലേക്ക് വളച്ചും നമ്മുടെ ശരീരത്തെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഈ സമയം നമ്മളുടെ 2 കൈകളും കാലിലെ ടോയുമാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ഭാരം പൂർണ്ണമായും താങ്ങുന്നത്. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ശ്വാസത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ഏതാനും സമയം ഈ അവസ്ഥയിൽ നിൽക്കുക. നമ്മളുടെ കണ്ണുകളുടെ നോട്ടം നേരെ മുകളിലേക്ക് ഫേസ് ചെയ്തിരിക്കുക. അതിനുശേഷം പൂർണ്ണ അവസ്ഥയിലേക്ക് നമ്മൾ വരികയും ഇതാണ് 7ാമത്തെ പൊസിഷൻ. ഈ 7ാമത്തെ പൊസിഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പുറകിലത്തെ കശേരികൾ വലിയുകയും നട്ടെല്ലിന് നല്ല ഒരു പ്രവർത്തനക്ഷമത കൈവരിക്കുകയും നട്ടെല്ലിനുണ്ടായിട്ടുള്ള ചെറിയ വൈകല്യങ്ങൾ അപ്രത്യക്ഷമാകുന്ന ഒരു രംഗവും കൂടെ ഇതിൻ്റെ ഈ പുറകുഭാഗത്തുള്ള ഈ പേശികൾക്ക് സംഭവിക്കുന്നു. അപ്പോൾ ചെറിയ രീതിയിലുള്ള വൈകല്യത്തെ മാറ്റുവാൻ നമ്മളുടെ ഈ 7ാമത്തെ യോഗാസനത്തിൻ്റെ 7ാമത്തെ ഘട്ടം, സൂര്യ നമസ്കാരൻ്റെ 7ാമത്തെ ഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്വാസത്തിൻ്റെ, അതായത് നമ്മളുടെ നട്ടെല്ലിനും നമ്മുടെ കഴുത്തും തലയും നമ്മളുടെ ഉടലും ബാക്കിലേക്ക് വലിയുകയും നട്ടെല്ലൊരു വില്ലാകൃതിയിലാകുകയും ചെയ്യുന്ന ഈ ഘട്ടം നമ്മളുടെ നട്ടെല്ലിനുണ്ടായിട്ടുള്ള ചെറിയ വൈകല്യങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു ഗുണം. 2ാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തെ കശേരികൾക്ക് നല്ല വലിവനുഭവപ്പെടുകയും നല്ല ബലം ഉണ്ടാവുകയും ചെയ്യുന്നു. 3ാമത്തെ ഗുണം നമ്മളുടെ കൈകൾ ഭൂമിയിലേക്ക് നമ്മളുടെ ശരീരത്തെ മുഴുവനായും നമ്മളുടെ ശരീരത്തിൻ്റെ ഭാരം കൈക്കൊള്ളുന്നതുകൊണ്ട് നമ്മളുടെ കൈകൾക്കിടെ ഞരമ്പുകൾക്കും പേശികൾക്കും എല്ലുകൾക്കും നല്ല പ്രവണത അനുഭവപ്പെടുകയും നല്ല ബലം ഉണ്ടാവുകയും ചെയ്യുന്നു. 4ാമത്തേത് നമ്മളുടെ നെഞ്ചിടത്തിന് നല്ല വികാസം ഉണ്ടാവുകയും അവിടെ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. അടുത്ത ഗുണം നമ്മളുടെ വയറിലെ പേശികൾ വലിഞ്ഞ് നല്ല ബലമുള്ളവയായി തീരുകയും കുടവയർ പോലെയുള്ള ചാടിയ വയറുകൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഈ മീഡിയയിൽ ഇന്നത്തെ ഈ 7ാമത്തെ സൂര്യ നമസ്കാരൻ്റെ ഏറ്റവും പ്രയോജനപ്പെട്ട ഗുണം. സൂര്യ നമസ്കാരിലെ 7ാമത്തെ ഈ പൊസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ കശേരികളുടെ വികാസവും അതിനുള്ള ബലവുമാണ് നമ്മൾക്ക് ഏറ്റവും ഗുണകരമായി പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ 6 സ്റ്റെപ്പുകളും ഇതും നമ്മൾ 7ാമത്തെ സ്റ്റെപ്പിലേക്ക് ഇപ്പോൾ കടന്നു. കഴിഞ്ഞത് ഒരു മധ്യഘട്ടം ആയതുകൊണ്ടാണ് അത് വീണ്ടും ആവർത്തിക്കാത്തത്. ആ മധ്യഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നീണ്ടു നിൽക്കേണ്ട വലിയ ഘട്ടങ്ങളാണുള്ളത്. ഇതൊക്കെ നമ്മൾ ആയാസകരമായി ചെയ്യേണ്ടതായതിനാൽ ആ ഘട്ടങ്ങളിലെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാതെ ഇത് സമയം വളരെ ക്രമീകരിച്ചുകൊണ്ട് സമയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുമാണ് ഞാൻ ഈ 7ാമത്തെ സ്റ്റെപ്പിലേക്ക് ഇവിടെ കടന്നത്. 7ാമത്തെ സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത 8ാമത്തെ സ്റ്റെപ്പുമായി അടുത്ത ദിവസം ഞാൻ പ്രത്യക്ഷപ്പെടുന്നവരെ പാർക്കുട്ടി മീഡിയയുടെ എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് ഏവർക്കും ഹായ്.